എം ഡി ആന്റോ അഗസ്റ്റിൻ തന്നെ നമ്മോടൊപ്പം തത്സമയം ചേരുകയാണ്. ശ്രീ ആന്റോ അഗസ്റ്റിൻ, ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം, മെസ്സി ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഏതായാലും താങ്കളുടെ വാർത്താ സമ്മേളനത്തോടെ ആശങ്ക നീങ്ങിയിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ്. മെസ്സി കേരളത്തിലേക്ക് എത്തുന്നു എന്നുള്ള സന്തോഷ വാർത്ത താങ്കൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. അതിന്റെ നടപടിക്രമങ്ങൾ അവസാന ഘട്ടത്തിലാണെന്ന് മനസ്സിലാക്കുന്നു. ഈ ഫാൾസ് പ്രൊപ്പഗാൻഡകളെ കുറിച്ചൊക്കെ താങ്കൾ വിശദമായി തന്നെ സംസാരിക്കുകയുണ്ടായി. ഒരു ദുഷ്ടലാക്കോടുകൂടിയുള്ള പ്രചാരണം മാത്രമാണിതല്ലേ? തീർച്ചയായിട്ടും വിനീത, നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മെസ്സിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വലിയ കഠിന പ്രയത്നമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ചില മാധ്യമങ്ങൾ, ചില ആൾക്കാർ ഇറങ്ങി തിരിച്ചു എന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ മെസ്സി വരില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. മെസ്സി അർജന്റീന ടീം പറഞ്ഞിട്ടില്ല, AFA പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ മെസ്സി വരും എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാം. മെസ്സി വരാതിരിക്കാനുള്ള സാധ്യതയില്ല. AFA അങ്ങനെ പറയാത്തോടത്തോളം കാലം കേരളത്തിലെ മാധ്യമങ്ങൾ പറയുന്നതിൽ അർത്ഥമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പം മെസ്സി വരുന്നേ, മെസ്സി വരാൻ വേണ്ടിയിട്ടാണല്ലോ ഇത്രയധികം എഫേർട്ട് എടുത്ത് ഈ കാര്യങ്ങൾ മുഴുവൻ ചെയ്തിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ ഒരു മാധ്യമ സ്ഥാപനത്തിനെതിരെയുള്ള ഒരു അറ്റാക്കിനെ മാത്രം അതിന് കണ്ടാൽ മതി, അല്ലാതെ ഒന്നും കണ്ട. കാരണം അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഒരു സെപ്പറേറ്റ് കമ്പനിയായിട്ട് കണ്ടാൽ മതി. ആ കമ്പനിയാണ് എന്ത് ചെയ്യുന്നത്, മെസ്സിനെ കൊണ്ടുവരുന്നത്, ചെയ്യുന്നത്, അതിനുവേണ്ട സംവിധാനങ്ങളെല്ലാം ഒരുക്കി കൊടുത്തിരിക്കുന്നത്. അത് റിപ്പോർട്ടർ TV ആയി, റിപ്പോർട്ടർ പോഡ്കാസ്റ്റിംഗ് കമ്പനി ആയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്തായാലും മെസ്സി വരും. ആ മെസ്സി വരും എന്നുള്ള നിലയ്ക്ക് വാർത്ത കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത്. പക്ഷേ മെസ്സി വരും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. AFA അതാണ് പറയുന്നത്. അവരോട് എഗ്രിമെന്റ് വെച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോസിറ്റീവായിട്ട് കാണാം. അതെ, മെസ്സി വരില്ല എന്ന് വരുത്തി തീർക്കാനുള്ള, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള തെറ്റായ കുറേ പ്രചരണങ്ങൾ നടക്കുന്നു. അല്ലെങ്കിൽ മന്ത്രിയുടെ ഉൾപ്പെടെ പ്രതികരണങ്ങൾ തേടുമ്പോഴും മന്ത്രി ഒന്നും പ്രതികരിക്കുന്നില്ല, മന്ത്രി മെസ്സി വരില്ല എന്ന് പറയുന്നു എന്ന രീതിയിലൊക്കെ പോവുകയാണ്. സർക്കാരിൻ്റെ ഇക്കാര്യത്തിൽ ഒരു സമീപനം എന്താണ്? ഒരു നിയമ നടപടിയിലേക്ക് പോകുന്നു എന്ന രീതിയിലൊക്കെയുള്ള പ്രചാരണങ്ങളും വാർത്തകളും ഒക്കെയാണ് ഉള്ളത്. സർക്കാരിൻ്റെ ഇക്കാര്യത്തിലുള്ള സ്പോൺസർ എന്ന നിലയിലുള്ള പ്രതികരണം എന്താണ്? അല്ല, മെസ്സി വരില്ല എന്ന് പറയാൻ ഇതുവരെ സർക്കാർ പറഞ്ഞതായിട്ട് എനിക്കറിയില്ല. ഞാൻ കണ്ടിട്ടില്ല മെസ്സി എവിടെയും സർക്കാർ വരില്ല എന്ന് പറഞ്ഞത്. സർക്കാർ എന്താണ് പറയുന്നത്? സർക്കാർ പറയുന്നത് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയായിട്ടാണ് അവർക്ക് എഗ്രിമെൻ്റ് ഉള്ളത്. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ഒരു ഫെസിലിറ്റേറ്ററാണ്. ആ ഫെസിലിറ്റി മുഴുവൻ ചെയ്തു അവർ പറയുന്ന സർക്കാർ എന്ന് പറയുന്നത് ഫെസിലിറ്റേറ്ററാണ്. എന്തൊക്കെ ഫെസിലിറ്റിയാണോ റിപ്പോർട്ടർ TVയും AFA ആവശ്യപ്പെടുന്നത് അതെല്ലാം ചെയ്തു തരാമെന്ന് ഓൾറെഡി സർക്കാർ പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടുതൽ സർക്കാർ എന്താണ് ചെയ്യേണ്ടത്? പിന്നെ ഫിനാൻഷ്യൽ കാര്യങ്ങളിലൊന്നും സർക്കാർ ഇടപെടുന്നില്ല. അതെല്ലാം ചെയ്യേണ്ടത് റിപ്പോർട്ടർ TV ആണല്ലോ. ആ കാര്യങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. ആ കാര്യങ്ങളാണ് മുന്നോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതും. അതിനുമായി ബന്ധപ്പെട്ട കുറേ നിബന്ധനകളുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഒത്തിരി നിബന്ധനകൾ അതെല്ലാം പാലിച്ചുകൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു സെവൻസ് കളിയല്ലല്ലോ എന്നേ. നമ്മൾ മലപ്പുറത്തെ ഒരു ഗ്രൗണ്ടിലിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് ഇതെന്താണ്, ലോകകപ്പ് തേടിയ ഒരു അർജന്റീന ടീം ഇന്ത്യയിലേക്ക് വരികയാണ്, വേറൊരു ടീം ഇന്ത്യയിലേക്ക് വരികയാണ്. ഇവരുമായിട്ട് ഒരു സൗഹൃദ മത്സരം നടക്കുകയാണ്. ലോകത്തിലെ പല രാജ്യങ്ങളും കൊതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം കേരളത്തിലേക്ക് ചെയ്യാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന എഫേർട്ടും അതിൻ്റെ ബുദ്ധിമുട്ടൊന്നും മനസ്സിലാക്കാതെ ഒറ്റ വാക്കിൽ ചതിച്ചാശാനെ എന്ന് പറയാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയാണ് കിടന്നിട്ട്. അങ്ങനെ കഷ്ടപ്പെട്ട കാര്യമൊന്നും ഇപ്പോഴത്തെ സിറ്റുവേഷനില്ല, ഒരു കാര്യമില്ല. അപ്പം മെസ്സി വരുമെന്ന് പറയാന്നേ, മെസ്സി വരുമെന്ന് പറയട്ടെ. വരുന്നില്ല എന്ന് മെസ്സിയോ അർജന്റീനയോ ടീം പറയുന്ന സമയത്ത് ആലോചിക്കാം. മാത്രമല്ല ഏത് ചെറിയ ബുദ്ധിയുള്ള ആൾക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഈ കരാർ ലംഘനം നടന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഏതു നിമിഷം വേണമെങ്കിലും അത് ലോകത്തെ അറിയിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇത്തരം ഒരു കരാർ ലംഘനം നടന്നു, ഞങ്ങൾ ഇനി മുന്നോട്ടില്ല എന്ന് പറയാവുന്നതാണ്. പക്ഷേ അങ്ങനെ ഒരു കരാർ ലംഘനം നടന്നിട്ടേ ഇല്ല. അതുകൊണ്ടാണല്ലോ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഇപ്പോഴും പോസിറ്റീവായി പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, ഞാൻ പറയുന്നത് ഇങ്ങനൊരു വാർത്ത എവിടെ നിന്ന് വന്നു എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പം ഇവർ പറയുന്നത് ഒരു അർജന്റീനൻ മാധ്യമം അങ്ങനെ റിപ്പോർട്ട് ചെയ്തു എന്നാണ് ഇവർ പറയുന്നതെങ്കിൽ ആ റിപ്പോർട്ട് ചെയ്ത് 2 ആഴ്ച മുന്നെയാണ്. എന്തിനാണ് ഇന്നലെ ഈ വാർത്ത വരാനുള്ള കാരണം? ഇന്നലെ എന്ന് പറയുന്നത് വെള്ളിയാഴ്ച. വ്യാഴാഴ്ച റിപ്പോർട്ടർ TV കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളെയും കടത്തി കയറ്റിക്കൊണ്ട് 22 മാസം കൊണ്ട് ഫസ്റ്റ് പൊസിഷനിലായി മാർക്കിൽ. അപ്പോൾ എന്താണ്, അതിൻ്റെ വിശ്വാസ്യത താർക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അത് കുറച്ച് ദിവസങ്ങളായി നടക്കുന്നുണ്ട്. അത് നമ്മളെ സംബന്ധിച്ച് വലിയ കാര്യമല്ല. നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ പ്രേക്ഷകരിലാണ് നമ്മുടെ വിശ്വാസം. ആ വിശ്വാസ്യത താർക്കുക എന്നുള്ളതാണ്. അല്ലാതെ എവിടെ നിന്നാണ് ഈ വാർത്ത വരുന്നത്? അങ്ങനെ ഒരു വാർത്ത വരാനുള്ള സാഹചര്യം ഇപ്പോൾ എന്താ? അങ്ങനെ ആരെങ്കിലും പറഞ്ഞോ? അർജന്റീന ടീം പറഞ്ഞോ? അല്ലെങ്കിൽ മെസ്സി പറഞ്ഞോ? അല്ലെങ്കിൽ അർജന്റീന ടീമിൻ്റെ ഫുട്ബോൾ അസോസിയേഷൻ്റെ പ്രസിഡന്റ് പറഞ്ഞോ? ആരെങ്കിലും പറഞ്ഞോ? ഒരാൾ പോലും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരാൾ പോലും പറയാത്തൊരു കാര്യം വരില്ല എന്ന് തീരുമാനിക്കാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ്. അങ്ങനെ കഷ്ടപ്പെടേണ്ട. അങ്ങനെ അവർ പറയുന്നുണ്ട്. അവന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ മെസ്സിയും ഇന്ത്യയിൽ കളിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. അതിപ്പോഴും പറഞ്ഞേക്കാം. അവർ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന് എന്ത് സംവിധാനം ചെയ്തു കൊടുക്കും. ഏത് രീതിയിൽ ചെയ്യാൻ പറ്റുമോ റിപ്പോർട്ടർ TVക്ക് ചെയ്യാൻ പറ്റുന്നതിന് മാക്സിമം ചെയ്യും.
അതുപോലെ തന്നെ സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മുഴുവൻ ചെയ്യും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരു ഉറപ്പ് നമുക്ക് സർക്കാർ തന്നിട്ടുണ്ട്. നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കോളൂ, ഫെസിലിറ്റി മുഴുവൻ ഞങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വളരെ പോസിറ്റീവ്. ഞാൻ പറയുന്നത് ഈ അബ്ദുൾ റഹ്മാൻ മിനിസ്റ്ററെ പോലെ ഒരു മിനിസ്റ്റർ ഇത്രയും അധികം എഫേർട്ട് എടുത്ത് അങ്ങനെ ഒരു മീറ്റിംഗ് നടത്തി ഇങ്ങനെ ഈ സംവിധാനത്തിൽ എത്തിയത് തന്നെ വലിയ കാര്യമാണ്. അവരുമായിട്ടൊരു എഗ്രിമെൻറ്റ് വെക്കാൻ കഴിഞ്ഞത് തന്നെ വലിയ കാര്യമാണ്. ഇനി എന്താണ് ആ ഫെസിലിറ്റി ഒരുക്കുക എന്നുള്ളതാണ്, അവർ പറഞ്ഞ് കാര്യങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതാണ്. അത് ഇന്ത്യയുടെ നിയമവും നീതിയും ഒക്കെ നോക്കിയിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ത്യയുടെ ആക്ട് റൂൾസ് ഒക്കെ നോക്കിയിട്ടല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക നമുക്കറിയാലോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അതിനെ പ്രഷറൈസ് ചെയ്ത് ഇല്ലാതാക്കി തീർക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട. അതിന് നിന്ന് കൊടുക്കാനും ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമ്മളെ കൊണ്ടാവില്ല. ഇപ്പോൾ ബസ്സി വരും എന്ന് പോസിറ്റീവോടെ കാണും. അത് വരാനാണ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ സാധ്യത, വരും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷയും. രാവിലെ മുതൽ ഇത്തരത്തിൽ വലിയ രീതിയിൽ വാർത്തകൾ കൊടുക്കുന്നവർ താങ്കളുടെ വിശദീകരണം ഒരു സ്പോൺസർ എന്ന നിലയിൽ പോലും, റിപ്പോർട്ടർ TV എന്ന് മാറ്റി നിർത്തിയാൽ താങ്കൾ പറയുന്നത് പോലെ ഒരു സ്പോൺസർ എന്ന നിലയിൽ പോലും താങ്കളുടെ ഈ വിശദീകരണം ഒരു ക്ലിപ്പ് പോലും നൽകാനുള്ള മാധ്യമ ധാർമ്മികത പോലും കാണിച്ചിട്ടില്ല എന്നത് ഖേദകരമാണ്. പക്ഷേ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ അവർ തിരിച്ചറിയുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏഷ്യാനെറ്റിനെ പോലെ ഒരു മാധ്യമ സ്ഥാപനം രാവിലെ തുടങ്ങിയതാണല്ലോ കൊടുക്കാൻ വരില്ല എന്ന് പറയുന്നത്. അത് ഞാൻ കൊടുക്കുന്ന മറുപടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരില്ലാതായി പോകും. അതാണ് സംഭവം. അപ്പോൾ ഞാനതിനൊന്നും വലിയ സംഭവമായിട്ട് കാണുന്നില്ല. റിപ്പോർട്ടർ TVയിൽ ഇപ്പോൾ കാണാൻ മാത്രമുള്ള ജനങ്ങളുണ്ട്, അവർ കണ്ടോളും. അവർക്കറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം. അപ്പം വരില്ല എന്ന് വിടുവായിത്തം പറഞ്ഞവർക്ക് വരുമെന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ലല്ലോ. രാവിലെ വരില്ല എന്ന് പറയുകയും ഉച്ചയ്ക്ക് ശേഷം വരുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതൊന്നും വലിയ സംഭവമായിട്ട് കാണുന്നില്ല. വരാൻ തീരുമാനിച്ചാൽ വരും, വന്നിട്ടില്ലെങ്കിലും അവർ വരാൻ തീരുമാനിക്കുന്നില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാനില്ല. പക്ഷേ അവർ പറയുന്ന ഫെസിലിറ്റി മുഴുവൻ റിപ്പോർട്ടർ TV ചെയ്തു കൊടുക്കുന്നുള്ളതാണ്. അവർ രാവിലെ തുടങ്ങി കൊടുത്ത മാധ്യമങ്ങളുടെ ധാർമ്മികത അനുസരിച്ചാണെങ്കിൽ ഞാൻ കൊടുക്കുന്ന പത്രസമ്മേളനം കൊടുക്കാനുള്ള മാന്യത കാണിക്കണമായിരുന്നു. കാണിച്ചിട്ടില്ലല്ലോ. അതിനർത്ഥം എന്താ? അവർ പറയുന്ന നുണ പൊളിഞ്ഞു പോകുന്നതുകൊണ്ടാണ്. ആ നുണയ്ക്ക് കൂട്ടുവെക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. ആ നുണയ്ക്ക് സംവിധാനത്തെ നമ്മൾ മറുപടി പറയുന്നത് എന്താണ്? കേരളത്തിലെ ജനങ്ങളോടാണ്. ആ ജനങ്ങൾക്ക് കേൾക്കാനുള്ള ബാധ്യതയുണ്ട്. ബാധ്യസ്ഥ അവരാണ്. അവരത് കേട്ടോളും. അല്ലാതെ ഏഷ്യനെറ്റോ 24 ഒന്നും വാർത്ത കൊടുത്തില്ല എന്ന് വിചാരിച്ച് നമുക്കൊന്നും സംഭവിക്കാനില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ശരി, ഏതായാലും നിബന്ധനകളെല്ലാം തന്നെ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവസാന ഘട്ടത്തിലാണ് അതിൻ്റെ നടപടിക്രമങ്ങളെന്ന് മനസ്സിലാക്കുന്നു. AFIയുടെ പോസിറ്റീവായ ഒരു പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഇപ്പോൾ 2 മത്സരങ്ങൾ, ഒരു ഫാൻ മീറ്റിംഗ് എന്ന രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അല്ലേ? അതെ, നമ്മളിപ്പോൾ അവരുമായിട്ടുള്ള ടേംസിൽ പറഞ്ഞിരിക്കുന്നത് 2 സൗഹൃദ മത്സരങ്ങളും ഒരു ഫാൻ മീറ്റിങ്ങുമാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഡേറ്റ് 7 ദിവസമാണ് നമുക്ക് അലോക്കേറ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. ആ 7 ദിവസം എന്നാണെന്ന് പറഞ്ഞാൽ മതി. അത് ഈ പറയുന്ന സ്ലോട്ടിലാകണം. ഈ FIFA അംഗീകരിച്ച 2 സ്ലോട്ടുണ്ട്. ആ 2 സ്ലോട്ടിലായാൽ മാത്രമേ ഉള്ളൂ. അത് ഈ വലിയ പ്രശ്നമല്ലാന്നേ, ഇവരുണ്ടാക്കുന്ന പ്രൊപ്പഗൻഡയാണ്. ഇത് വരില്ല എന്നാക്കി തീർക്കാനുള്ള ഒരു പ്രൊപ്പഗൻഡ എന്നുള്ളതിനേക്കാൾ അപ്പുറം ഒന്നുമില്ല. അപ്പോൾ വരും എന്നുള്ളത് പറയാനുള്ള മടിയാണ്. കൊണ്ടുവന്നാൽ അത് റിപ്പോർട്ടർ TV ആണെന്നുള്ളൂ എന്നുള്ള വിഷമം കൊണ്ടാണ്. ഇവർ ഒരു കാലത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്, റിപ്പോർട്ടർ TV തുടങ്ങിയ കാലങ്ങളിലൊക്കെ പറഞ്ഞത്, അയ്യോ ഇത് എവിടെ എത്താൻ പോകുന്നില്ല, ഇത് പൊളിഞ്ഞു പോകുന്നതാണല്ലോ. ഇപ്പം അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കിയില്ലേ? അപ്പം ഇനി ഇതും അതുപോലെ തന്നെയാണ്, ഇതും അങ്ങനെ തന്നെയാണ്. പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട, പറഞ്ഞ് ഇല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് പറയേണ്ടതാരാ? ഫുട്ബോളേഴ്സ്. ഞാൻ പറയാൻ പോകുന്നില്ല, ഞാൻ വിചാരിക്കുന്നില്ല മിനിസ്റ്ററും ഗവൺമെൻറ്റും അത് പറയും എന്നുള്ളത്. അത് പറയേണ്ടതാരാ? അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഇന്ത്യയിലേക്കുള്ള കളി വേണ്ട എന്ന് വെച്ചു. അതിന് കാരണങ്ങൾ ഇതൊക്കെയാണ് എന്ന് അന്നേരം പറയട്ടെ, അന്നേരം ആലോചിക്കാം. വലിയ രീതിയിൽ ആരോപണങ്ങൾ ഉയർത്തുന്നത്, പക്ഷേ അതൊരു പ്രശ്നമായിരിക്കില്ല അല്ലേ? അല്ല, അത് ആരാണ് പറഞ്ഞത്? അത് ഇവിടെ മിനിസ്റ്റർ ആരെങ്കിലും പറഞ്ഞോ? ഗവൺമെൻറ് പറഞ്ഞോ? അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പറഞ്ഞോ? മെസ്സി പറഞ്ഞോ? അല്ലെങ്കിൽ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് പറഞ്ഞോ? ആരാണത് പറഞ്ഞേ? ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു മാധ്യമം വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പം ഞാൻ പറയാം, ചൈനയിൽ കളി നടത്തുമെന്ന് പറഞ്ഞത് ഏത് രേഖേൻ്റെ പുറത്താണ്? ഖത്തറിൽ കളി നടത്തുമെന്ന് പറഞ്ഞു ഏത് രേഖേൻ്റെ പുറത്താണ്? ആരുടെ ബൈറ്റിൻ്റെ പുറത്താണ് പറഞ്ഞത്? ഇപ്പോൾ പറഞ്ഞു അങ്കോളയിൽ കളി നടത്തുന്നു. ആരാണത് പറഞ്ഞേ? ഇതെല്ലാം ഏഷ്യനെറ്റ് 24 പടച്ചുവിടുകയാണ്. അതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അതെന്ത് ചെയ്യാൻ പറ്റും? വ്യാജ വാർത്ത ഇങ്ങനെ കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ ഒന്നും ചെയ്യാനില്ല. എന്ത് ചെയ്യാൻ പറ്റും? അവർ പറയട്ടെ. ഇങ്ങനെ ഇനി ഫുട്ബോൾ അസോസിയേഷൻ പറയും ഇന്ത്യയിലേക്ക് കളിക്കില്ല എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല. അത് ഞാൻ പറഞ്ഞത്, ഇന്ത്യയിലേക്ക് ഫുട്ബോൾ കളിക്കാൻ അർജന്റീന ടീം തീരുമാനിക്കുന്നില്ല, പിന്നെ ഒന്നും ചെയ്യാനില്ല. ഞാൻ വിചാരിക്കുന്നത് ഇന്ത്യയിലേക്ക് കളിക്കാൻ അവർക്ക് സന്തോഷമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മളൊരു എഗ്രിമെൻറ്റ് വെച്ചത്. അതുമായി മുന്നോട്ട് പോകുന്നതാണ് എൻ്റെ അഭിപ്രായം. ശരി, ഫുട്ബോൾ മിനിസ്റ്ററെയും കൂടെ പോസിറ്റീവായിട്ട് കാണണം, ഗവൺമെൻറ്റിനെയും കൂടെ പോസിറ്റീവായിട്ട് കാണണം. അതെ, തീർച്ചയായും. കാരണം വലിയൊരു എഫേർട്ടാണ് മെസ്സിയെ പോലുള്ള ഒരു താരത്തെ ലോകകപ്പ് നേടിയ അർജന്റീന ടീമിനെ കേരളത്തിൽ എത്തിക്കുക എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ ഒരുപക്ഷെ കായിക രംഗത്തെ തന്നെ മാറ്റി മറിക്കാൻ കഴിയുന്ന ഒരു എഫേർട്ടാണ് അത് അല്ലേ? തീർച്ചയായിട്ടും. ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു 25 ലക്ഷം ആൾക്കാരുടെ ഒരു ഫാൻ മീറ്റിംഗ് നടക്കുന്നുണ്ടല്ലോ. ഇന്ത്യയിൽ നടന്നിട്ടുണ്ടോ? അങ്ങനെ ഒരു സ്ഥലത്ത് നടന്നിട്ടുണ്ടോ? ഞാൻ വിചാരിക്കുന്നത് 25 ലക്ഷം ആൾക്കാരുണ്ടാവും എന്നുള്ളതാണ് ഫാൻ മീറ്റിങ്ങിൻ്റെ അകത്ത്. നമ്മുടെ ടിക്കറ്റ് വെക്കാൻ വേണ്ടി വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഈ പറയുന്ന പണം എന്ന് പറയുന്നത് ഒരു വലിയ പണമായിട്ട് കാണുന്നില്ലാന്നേ.
കാരണം ആരാധകരുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അത്ര വലുതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വരില്ല എന്ന് പറയല്ലേ, വരില്ല എന്ന് ആക്കി തീർക്കാൻ വേണ്ടി ശ്രമിക്കരുത്. അങ്ങനെ ചെയ്താൽ തന്നെ അത് വലിയ അപരാധമാണ് ഈ നാടിനോട് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ചാനലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്തോടും ഈ നാടിനോടും ചെയ്ത വലിയൊരു അപരാധമാണ്. ആ അപരാധം എന്താണ്? ആ അപരാധം എന്ന് പറയുന്നത് ഈ കേരളത്തിൽ ഒരു ഇൻ്റർനാഷണൽ ടീം, ഈ ലോകകപ്പ് നേടിയ ടീം ഇന്ത്യയിലേക്ക് വരുമ്പോൾ, കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തെ ഇന്ത്യ ലോകം ഒറ്റ നോക്കും. ആ ഒരു സാഹചര്യം ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. എന്തൊരു കഷ്ടമാണെന്ന് നോക്കൂ. ഇവർക്ക് പിന്നെ എവിടെയാണ് സ്നേഹം? ഇപ്പോൾ ആരോടാണ് സ്നേഹം? ഈ പറയുന്ന രാജ്യത്തോടും നാടിനോടും ഇല്ലാത്ത സ്നേഹം എന്താണ്? അവർ ചോദിക്കണ്ടേ? ഈ സമയം വരെ ഈ മാധ്യമ സ്ഥാപനങ്ങൾ ഒരാൾ പോലും സ്പോൺസറായ എന്നോട് ഒരു വാക്ക് ചോദിച്ചിട്ടില്ല. ചോദിക്കാതെ ഈ വാർത്തകൾ മുഴുവൻ കൊടുത്തോണ്ടിരിക്കണ്ടേ? ഇവരല്ലേ വലിയ മാധ്യമ ധാർമ്മികത പറയുന്ന ആൾക്കാർ. ഈ മാധ്യമ ധാർമ്മികത പറയുന്ന ആൾക്കാർ ഒരു വാക്ക് എന്നോട് ചോദിക്കണ്ടേ? നിങ്ങൾ ഇങ്ങനെ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കണ്ടേ? ഒരു വാക്ക് പോലും ചോദിച്ചില്ല. പിന്നെ ഏതർത്ഥത്തിലാണ് ഇവർ ഇതൊക്കെ പറയുന്നത്? എങ്ങനെയാണ് പറയാൻ ഇവർക്ക് കഴിയുന്നത്? അതൊരു മര്യാദകേടല്ലേ? അത് ഈ രാജ്യത്തോട് നടത്തുന്ന ഒരു മര്യാദകേടല്ലേ? ഈ കേരളത്തിലെ ജനങ്ങളോടും ഫുട്ബോൾ പ്രേമികളോടും നടത്തുന്ന ഒരു മര്യാദകേടല്ലേ? ആ കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളായ ആരാധകർ എന്ത് വിശ്വസിച്ച ഈ ചാനൽ വന്ന് കാണുക? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. വളരെ മോശം പ്രവർത്തനമാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം മെസ്സി വരട്ടെ എന്നേ, കേരളത്തിലേക്ക് വരട്ടെ, ജനങ്ങൾ കാണട്ടെ. ഇനി അവർക്ക് ഈ പ്രൊപ്പഗൻഡ എല്ലാം കണ്ടിട്ട് ഇനി വരണ്ട തീരുമാനിച്ചാൽ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? നമ്മളൊരു രാജ്യമല്ലല്ലോ, കേരളം എന്ന് പറഞ്ഞ സ്റ്റേറ്റ് അല്ലേ, നമുക്ക് ചെയ്യുന്നൊരു പരിധി ഉണ്ടല്ലോ. അതാണ് വ്യക്തമാണ്. പക്ഷേ താങ്കളുടെ വാർത്താ സമ്മേളനത്തിലൂടെ കാര്യങ്ങൾ ഏതാണ്ട് ഉറപ്പായും തന്നെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും. ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം മെസ്സി വരുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കേരളത്തിൻ്റെ കായിക ഭൂപടത്തെ മാത്രമല്ല, ഇന്ത്യയെ ഒരുപക്ഷെ ഏഷ്യയുടെ തന്നെ ഭൂപടത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു കാര്യം തന്നെയാണ്. വളരെയധികം നന്ദി ശ്രീ ആന്റോ അഗസ്റ്റിൻ, റിപ്പോർട്ടർ TV MD മാനേജിംഗ് എഡിറ്ററാണ് ഇപ്പോൾ പ്രതികരിച്ചത് വിവാദങ്ങളിലൊക്കെ തന്നെയും.